ഇതാ ചേച്ചി. ഇതാ മോള്. ഇവിടെ അടുത്താ ഞങ്ങളുടെ വീട്. അതാ ചേച്ചി വന്നപ്പോ അവൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. എന്താ മോളുടെ പേര്? മേഘ. മേഘ. ഇവിടെ നിൽക്കട്ടോ, ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഇങ്ങോട്ട് വന്നേ. എന്ത് പണിയെ മോളെ കാണിച്ചേ? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, ഇപ്പൊ ഇങ്ങനെ കേറി വരാൻ പാടുണ്ടോ? ഇവിടുത്തെ കുട്ടിയുടെ പിറന്നാളല്ലേ? ആ, ഇന്ന് എന്റെയും പിറന്നാളാ. അമ്മ മറന്നോ? മോളെ, ഇന്നലെ രാത്രി മുഴുവൻ എന്നെ തനിച്ചാക്കിയല്ലേ? ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? അമ്മ വരുന്നത് വരെ ഞാൻ ഉറങ്ങാതിരുന്നതാ. ഇന്നെന്റെ പിറന്നാളും ആഘോഷിച്ചില്ല. മോളെ, പിറന്നാൾ ആഘോഷിക്കണമെങ്കിലും പുതിയ ഡ്രസ്സ് വാങ്ങണമെങ്കിലും ഒക്കെ മോൾക്ക് ഉടുപ്പ് വാങ്ങണം, ഭക്ഷണം വാങ്ങണം. അമ്മയുടെ അടുത്ത് കാശില്ലടി. അടുത്ത തവണ നമുക്ക് ആഘോഷിക്കാം കേട്ടോ. ആഘോഷിക്കോ? ഉറപ്പായിട്ടും. നമുക്കേ നേരത്തെ തുടങ്ങിയിട്ട് മോൾക്ക് പിറന്നാളിനുള്ള കാശ് കൂട്ടി വയ്ക്കാം. നമുക്കേ എന്നിട്ട് നന്നായിട്ട് അങ്ങ് നടത്താം കേട്ടോ മോളെ. സിസിലി, ദേ സാറമ്മടം വന്നു. വാ. ഇപ്പൊ വരാട്ടോ. ശരി. രാധികേ, വരുന്ന ഗസ്റ്റുകൾ ആരും നോക്കി. ഹായ്. എന്തായി ജോൺസാ കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു മാഡം. ഇവരെങ്ങനെ ഇവിടെ? നമ്മൾ ഇങ്ങോട്ടെങ്കിലും പോകുമ്പോ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവണമല്ലോ. ആ, താന കാര്യമാക്കണ്ട, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. അകത്തേക്ക് വരും മാഡം. വരൂ. ജോൺസാ, നല്ല പണിക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. മലയാളികളാണോ അതോ ബംഗാളികളോ? മലയാളികളാ, അവരിവിടെ തൊട്ടടുത്തുള്ള. ഓ, എനിക്ക് ഇവറ്റകളെയൊന്നും കണ്ടാ തിരിച്ചറിയില്ല. തൊഴിലാളികൾ എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ആയാലെന്താ, നോർത്ത് ഇന്ത്യൻ ആയാലെന്താ അല്ലേ ചന്ദ്രശേഖരൻ? ഇതവന്റെ വെറും തൊഴിലാളികളല്ല, മുതലാളിമാർ വളർന്നു വളർന്ന് തൊഴിലാളികളായി പോയതാ.